ഹലോ, ഇന്ന് റവയും ചിക്കനും വെച്ച് അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഇതാ 1 കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവോള കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. അത് ഒന്ന് ക്രഷ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഇത് എല്ലാ ഐറ്റംസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണയാണെങ്കിലും ചേർക്കാവേ. ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഓരോ തവി മാവായിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അങ്ങനെ ഫുള്ളും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. തീ കുറച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി വരും. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. 4 മണിക്കൊക്കെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു ഭാഗം വെന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. മറുവശവും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഇത് 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. നല്ല ക്രിസ്പിയാണ്. പുറമേ നല്ല ക്രിസ്പി, അകമേ നല്ല സോഫ്റ്റുമാണ്. അങ്ങനെ ഇതാ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയൊന്നും കുടിക്കുന്നില്ല. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുക. അങ്ങനെ ഇതാ റവയും ചിക്കനും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.